നമ്മുടെയൊക്കെ നാടുകളിൽ പലയിടങ്ങളിലും മഴ തിമിർത്ത് പെയ്യുകയാണ്. ഒപ്പം ഇടയ്ക്കിടെ ശക്തമായ കാറ്റും അടിച്ചു വീശി എത്ര നാശനഷ്ടങ്ങളാണ് നമ്മുടെയൊക്കെ നാടുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാലവർഷക്കെടുതിയിൽ പലരും ഭീതിയിലാണ്. ശക്തമായ മഴയിൽ പലയിടത്തും വെള്ളം കയറി വീടുകളും വാഹനങ്ങളും കെട്ടിടങ്ങളും കൃഷികളുമൊക്കെ തകർന്നടിഞ്ഞു പോകുന്ന കാഴ്ചകൾ പത്രവാർത്താ മാധ്യമങ്ങളിലൂടെ നാം കാണുന്നവരാണ്. കാലവർഷക്കെടുതിയിൽ മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ് ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്നത്. പല പ്രദേശങ്ങളിലും അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നാം ആലോചിക്കണം. പ്രത്യേകിച്ച് വാഹനങ്ങൾ മഴക്കാലത്ത് പാർക്ക് ചെയ്യുമ്പോൾ നാം കൂടുതൽ ശ്രദ്ധിക്കണം. മതിലുകൾ പലതും ദുർബലപ്പെട്ടതാണ്. അതൊക്കെ ഏത് നിമിഷവും പൊളിഞ്ഞു വീഴുമെന്ന് നാം ആലോചിക്കണം. അതുപോലെ വൻമരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ പൊട്ടിവീണ് വീടുകളും വാഹനങ്ങളും ഒക്കെ പലയിടങ്ങളിലും തകർന്നു വീഴുന്നു. അതുപോലെ നമ്മുടെ ആവശ്യ നിർവഹണത്തിന് വാഹനത്തിലും നടന്നുമൊക്കെ പോകുന്നവരാണ് നമ്മൾ. ശക്തമായ കാറ്റിലും മഴയിലുമൊക്കെ വൈദ്യുതി ലൈനിലേക്ക് മരങ്ങൾ വീഴാനും വൈദ്യുതി ലൈൻ പൊട്ടി ഷോക്കടിക്കാനുമൊക്കെ സാധ്യതകൾ കൂടുതലാണ്. ഒരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെ ഇത്തരം സ്ഥലങ്ങളിൽ പോയി ചാടുന്നത് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പ്രത്യേകിച്ച് കാലവർഷക്കെടുതിയിലൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ എല്ലാം നഷ്ടപ്പെട്ട് പേടിച്ച് വിറച്ച് കഴിയുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാം. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് നാം പിന്തുണ നൽകുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരം വിഷയങ്ങളിലൊക്കെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് ഭീതി പരത്തരുത്. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് നാം സ്വാന്തനമാവണം, അവർക്ക് ആശ്വാസം പകരണം. ഈ കാര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് കേരളീയർ എല്ലാവർക്കും ഒരു മാതൃകയാണ്. നമ്മുടെ കേരളക്കരയിലും പല മതങ്ങളും പല സംഘടനകളും പല വിഭാഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഒരാൾക്കൊരു പ്രയാസം വരുമ്പോൾ അവിടെ ജാതിയോ മതമോ വർഗമോ സംഘടനയോ നോക്കാതെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കും. അത് നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ശിരൂരിൽ മണ്ണിനടിയിലകപ്പെട്ട അർജുൻ എന്ന ചെറുപ്പക്കാരൻ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ലോറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അർജുൻ, ശക്തമായ മഴയിൽ അർജുനും ലോറിയും ഉണ്ടായ പ്രദേശത്ത് ഉരുൾപൊട്ടി അർജുനെയും ലോറിയും ഒക്കെ കാണാതായപ്പോൾ നമ്മുടെ കേരള ജനതയുടെ ഒത്തൊരുമ അറിഞ്ഞവരാണ് നമ്മൾ. ജാതി വർഗവർണ്ണ ഭേദമില്ലാതെ കേരളത്തിലെ ഓരോരുത്തരെയും സങ്കടത്തിലായെത്തിയ വാർത്തയായിരുന്നു അത്. ആ ദുരന്തത്തിൻ്റെ വിങ്ങലിലാണ് വയനാട്ടിൽ മറ്റൊരു ദുരന്തം സംഭവിച്ചത്. ഏവരെയും കരളലിയിപ്പിക്കുന്ന കാഴ്ചകളും വാർത്തകളുമാണ് വയനാട് ഉരുൾപൊട്ടലിൽ നാം കണ്ടത്. ആ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർ, കുടുംബം നഷ്ടപ്പെട്ടവർ, അതുപോലെ ജീവൻ നഷ്ടപ്പെട്ട് മണ്ണിനടിയിലായവർ, വെള്ളത്തിലൂടെ ഒഴുകിയെത്തുന്ന മൃതശരീരങ്ങൾ, അവയവങ്ങൾ ചിന്നിച്ചിതറിയവർ, അവിടെയുള്ള കാഴ്ചകൾ കാണുന്നവർക്കും വാർത്തകൾ കേൾക്കുന്നവർക്കും കണ്ണിൽ നിന്നും കണ്ണുനീർ വരാത്തവരുണ്ടാവുകയില്ല. അത്രയും സങ്കടപ്പെടുത്തുന്ന കരളലിയിപ്പിക്കുന്ന കാഴ്ചകളാണ് പത്രവാർത്താ മാധ്യമങ്ങളിലൂടെയും നേരിട്ടുമൊക്കെ നാം കാണുന്നത്. രാത്രി സുഖനിദ്രയിലാണ്ട സമയത്താണ് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായത്. ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങൾ, എന്തൊക്കെ പ്രതീക്ഷയിലായിരിക്കും അവർ അന്തി ഉറങ്ങിയിട്ടുണ്ടാവുക. നമ്മളാരും സുരക്ഷിതരാണ് എന്ന് വിചാരിക്കണ്ട. നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ജഗം നിയന്താവായ തമ്പുരാന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രയാസപ്പെടുന്നവർക്ക് നാം ആശ്വാസമേകണം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കണം. സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ പ്രതിരോധിക്കാൻ ഒരു സാങ്കേതിക വിദ്യ കൊണ്ടും സാധ്യമല്ല. നേരത്തെ സുനാമി വന്നപ്പോൾ കടൽ തീരത്തെ തവളകളൊക്കെ നേരത്തെ തന്നെ അത് തിരിച്ചറിഞ്ഞ് രക്ഷപ്പെട്ട വാർത്ത നമ്മൾ കേട്ടവരും വായിച്ചവരുമൊക്കെയാണ്. ചന്ദ്രനിൽ വീട് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന മനുഷ്യന് സുനാമി തിരിച്ചറിയാനായില്ല. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ മറികടക്കാൻ ഒരു സാങ്കേതിക വിദ്യ കൊണ്ടും കഴിയില്ല എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പല വിധത്തിലും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ കടന്നുവരും. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. ടെൻഷൻ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും, ദാരിദ്ര്യം കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും, സമ്പത്തിലും സന്താനങ്ങളിലും കുറവ് വരുത്തിയും അള്ളാഹു പരീക്ഷിക്കും. അതുപോലെ തന്നെ മഴ, കാറ്റ്, പ്രളയം, ഉരുൾപൊട്ടൽ തുടങ്ങി പ്രകൃതിക്ഷോഭങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ്.
എന്തിനേറെ പറയണം, മനുഷ്യന്റെ ജീവിതവും മരണവും പോലും അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ആരാണ് കൂടുതൽ നന്മ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ജീവിതവും മരണവും ഒക്കെ സൃഷ്ടിച്ചത്. അള്ളാഹിന്റെ പരീക്ഷണങ്ങൾ ഏത് രൂപത്തിൽ വന്നാലും അതിൽ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനക്കരുത്ത് നാം കാണിക്കുക. അഹങ്കാരവും ധൂർത്തുമൊക്കെ അവസാനിപ്പിച്ച് നന്മയിൽ അനുഷ്ഠിതമായി ജീവിതം ധന്യമാക്കുക. പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരീക്ഷണങ്ങളിൽ സഹിക്കാനും ക്ഷമിക്കാനും പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാനുമുള്ള മനക്കരുത്ത് നമുക്ക് ഏവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ.